ഞാൻ ഈ ഡിമാൻഡുകളെ എതിർക്കുന്നു. സംസ്ഥാനത്ത് 2000-ഓളം ഗുണ്ടകളാണ് പോലീസിന് പിടികിട്ടാതെ സ്വൈരവിഹാരം നടത്തുന്നത്. ഈ ഗുണ്ടകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല. മോഷണം, പിടിച്ചുപറി, കൊലപാതകം, MDMA, കഞ്ചാവ്, എങ്ങനെയാണ് സാർ ഇങ്ങനത്തെ ഒരു രാജ്യത്ത് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റുക? എന്നാൽ നാട്ടിൻ പുറത്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയില്ല. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ 919 പേരാണ് സാർ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടത്. 9000-ഓളം പേർക്കാണ് പരിക്കേറ്റത്. മനുഷ്യജീവി വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന് വനം വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നും സാർ ഫലപ്രദമല്ല. റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ പ്രവർത്തനത്തിന് പലപ്പോഴും വാഹനങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നതാണ് സാർ കംപ്ലൈൻറ്റ്. വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്, വാങ്ങാതിരിക്കുന്നില്ല, ഇഷ്ടം പോലെ വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്. വാങ്ങുന്നതെല്ലാം തന്നെ ആഡംബര വാഹനങ്ങളാണ് സാർ. കഴിഞ്ഞ 9 വർഷം 200-ലധികം ആഡംബര വാഹനങ്ങളാണ് വാങ്ങിക്കൂട്ടിയത്. വനാതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പകരം സുഖയാത്രയ്ക്ക് സൗകര്യമൊരുക്കുകയാണ് സാർ ഈ വകുപ്പ് ചെയ്യുന്നത്. വന്യജീവികൾ കൃഷി നശിപ്പിച്ചതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ അർഹമായ നഷ്ടപരിഹാരത്തിൻ്റെ 10% പോലും സാർ ലഭിക്കുന്നില്ല. 2015-ൽ നിശ്ചയിച്ച നഷ്ടപരിഹാര തുകയാണ് ഇപ്പോഴും നൽകി വരുന്നത്. 2 ലക്ഷം നഷ്ടം സഹിച്ചാൽ കിട്ടുന്നത് സാർ 2000. അതും സാർ സമയത്ത് കൊടുക്കാറില്ല. നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കാത്തത് കാരണം വനാതിർത്തിയിൽ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ് സാർ. നാട്ടിൻപുറത്ത് പന്നി, മയില്, കുരങ്ങ് തുടങ്ങി കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങൾ വല്ലാതെ പെരുകിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ ജീവനും കൃഷിക്കും സ്വൈര ജീവിതത്തിനും ഭീഷണിയാവുന്ന പന്നികളെ പഞ്ചായത്തിൻ്റെ അനുമതിയോടെ കൊല്ലാൻ അനുമതിയുണ്ടെങ്കിലും സാർ ഗൺ ലൈസൻസ് ഉള്ളവർക്ക് അത് പുതുക്കി നൽകുന്നത് പോലുമില്ല മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഗൺ ലൈസൻസ് പുതുക്കി നൽകുന്നതിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വിവേചനവും ഉണ്ട് സാർ. തോക്ക് ലൈസൻസ് ഉള്ളവരെ കുറ്റവാളികളോടെന്ന പോലെയാണ് സാർ പലപ്പോഴും മലപ്പുറത്തെ പോലീസ് പെരുമാറുന്നത്. സംസ്ഥാന വനഭൂമിയുടെ 22% വനേതര ആവശ്യങ്ങൾക്കായി മാറ്റിയത്. അതുപോലെ സംസ്ഥാനത്ത് 5000-ലധികം ഹെക്ടർ വനഭൂമിയാണ് കയ്യേറപ്പെട്ടിട്ടുള്ളത്. 1977 ജനുവരി 1-ന് ശേഷം കയ്യേറപ്പെട്ട 12000 ഹെക്ടർ ഭൂമിയിൽ 4600 ഹെക്ടർ മാത്രമാണ് സാർ നാളിതുവരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞത്. വന്യമൃഗങ്ങളെ തടയാൻ ഈ വകുപ്പിന് കഴിയുന്നില്ല, വനം കയ്യേറുന്നവരെയും തടയാൻ ഈ വകുപ്പിന് കഴിയുന്നില്ല. സാർ പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഒരു വകുപ്പ്? സാർ നമ്മുടെ കൃഷിമന്ത്രി വർഷത്തിൽ 1 മാസം നോമ്പ് നോക്കുന്ന ആളാണ്. വിശപ്പിൻ്റെ വില അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എന്നിട്ടും കർഷകരെ വർഷം മുഴുവൻ പട്ടിണിക്കിടുന്ന പ്രവർത്തനങ്ങളാണ് സാർ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് നെൽകർഷകരുടെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് സാർ. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 39,500 ഹെക്ടർ കൃഷിഭൂമിയാണ് കുറഞ്ഞത്. തോട്ടവിള, നെല്ല്, പച്ചക്കറി, ഫലവർഗ്ഗങ്ങൾ എന്നിവിടെ എല്ലാം കൃഷി കുറഞ്ഞിട്ടുണ്ട്. നെൽകൃഷിയിൽ മാത്രം 10.5% സാർ കുറവ് വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നെല്ലുൽപാദനം കൂടുമ്പോഴാണ് ഇവിടെ കുറയുന്നത് എന്നാണ് സാർ ഖേദകരം. യഥാസമയം നെല്ല് സംഭരിക്കാറില്ല, സംഭരിച്ച നെല്ലിന് യഥാസമയം തുക നൽകാറില്ല. അങ്ങനെ ജനം നെൽകൃഷി ഉപേക്ഷിച്ചു സാർ. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് കൃഷി വകുപ്പിൻ്റെ പദ്ധതി വിഹിതത്തിൽ തന്നെ 44.5%, അതായത് 230 കോടിയാണ് സാർ വെട്ടിക്കുറച്ചത്. മുൻഗണനാക്രമം നിശ്ചയിച്ചതിന് ശേഷം നടപ്പിലാക്കാൻ തീരുമാനിച്ച 35 പദ്ധതികളിൽ 29 എണ്ണത്തിലും 50% വരെ വെട്ടിക്കുറച്ചില്ല സാർ. പിന്നെ കൃഷി എങ്ങനെ ഇവിടെ വികസിക്കും? കർഷകർ എങ്ങനെ നിലനിൽക്കും? അതുപോലെ നാളികേരം ഉൽപ്പാദനത്തിൽ കേരളം സാർ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കശുവണ്ടിക്ക് നൽകുന്ന താങ്ങുവില കഴിഞ്ഞ തവണത്തേക്കാൾ 4 രൂപ കുറച്ചു. സർ, ചെറുപ്പക്കാർ ആരും തന്നെ കൃഷിയിലേക്ക് വരുന്നില്ല. ഒരു കർഷകർക്കും ഈ സർക്കാരിൻ്റെ കാലത്ത് പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയാണ് സർ. വിത്തനങ്ങളെപ്പറ്റി വ്യാപക പരാതിയാണുള്ളത്. പാകിയാൽ മുളക്കാത്ത വിത്തനങ്ങളാണ് കർഷകർക്ക് ലഭിക്കുന്നത്. കാർഷിക കടാശ്വാസ കമ്മീഷൻ ശുപാർശ ചെയ്ത ക്ലെയിമുകളിൽ 188 കോടി രൂപയുടെ ക്ലെയിമുകളാണ് സർ ഇനിയും വിതരണം നടത്താനുള്ളത് സർ. ഇത് എന്ന് കൊടുത്തു തീർക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? ചില കൃഷിക്കാരും അരിമില്ലുകളും തമ്മിൽ ഒത്തുകളിക്കുന്നുവെന്നും തമിഴ്നാട്ടിൽ നിന്നും നെല്ല് സപ്ലൈ ചെയ്ത് വമ്പിച്ച സംഖ്യ സബ്സിഡി ഇനത്തിൽ തട്ടിയെടുക്കുന്നതുമായി പറയപ്പെടുന്നു. എന്താണ് സർ ഇതിൻ്റെ വസ്തുത? സർ, തുറമുഖത്തെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ആകെ പറയാനുള്ളത് സർ, അവിടെ ഏകദേശം കപ്പലുകളിൽ നിന്ന് ഇറക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ ഒരു ഫയർ എഞ്ചിൻ്റെ 5000 ലിറ്ററിൽ ഒരു ഫയർ എഞ്ചിൻ്റെ സുരക്ഷയിലാണ്. അത് മാറ്റണം. അവിടെ ഒരു ഫയർ എഞ്ചിൻ നിർബന്ധമായിട്ടും സർ സ്ഥാപിക്കണം എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. സർ, മലപ്പുറം ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങളോട്
ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് രാഷ്ട്രീയപരമായ വിവേചനം പലപ്പോഴും നേരിടേണ്ടി വരുന്നുണ്ട്. മന്ത്രി വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ ഇടപെടുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ ഓരോ ഫയലിലും വർഷങ്ങളുടെ കാലതാമസം ഉണ്ടാവുന്നുണ്ട്. കേരളത്തിലെ തന്നെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും പല പ്രവർത്തനങ്ങൾക്കും അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 20ഓളം ഫയലുകളും 2019 മുതൽ സർ മലപ്പുറം JR ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ബഹുമന്ത്രിയെ പല പ്രാവശ്യം സമീപിച്ചു. അദ്ദേഹം ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് അയച്ചിട്ടുണ്ടെങ്കിലും സർ ഇതുവരെയും അത് പെൻഡിങ്ങിലാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് നോക്കണം തന്നെ എനിക്ക് പറയാനുള്ളത് സർ. സർ, ഇവിടെ വ്യവസായത്തിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു പറയാതിരിക്കുകയാണ് ഭേദം. വെറുതെ വർത്താനം മാത്രമേ ഉള്ളൂ. സംഗതി വളരെ മോശമാണ് സർ. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. വളരെ പട്ടിണിയിലാണ്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ചെറുതായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന് സത്യം. അങ്ങിപ്പോൾ പറയുന്നുണ്ട് സർ, പിന്നെ വലിയ സർ ഈ വ്യവസായ വകുപ്പിലെ ഈ വർഷത്തെ മൊത്തം പദ്ധതി ചെലവ് പരിശോധിച്ചാൽ 52% മാത്രമാണ് ചെലവ് വന്നിട്ടുള്ളതെന്ന് കാണാം. പദ്ധതി വീതം 50% വെട്ടിക്കുറച്ചിട്ട് പോലും സർ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പദ്ധതികൾ തന്നെ പകുതിയും വെട്ടിക്കുറച്ച് വികസനം തന്നെ നിശ്ചയിച്ചാലും പകുതി മതി എന്ന് തീരുമാനിച്ചൊരു സർക്കാരാണ് ഇത് സർ. എന്നാൽ മറ്റൊരു കാലത്തും ഇല്ലാത്ത വികസനം നടന്നെന്ന പൊള്ളയായ അവകാശവാദവും സർ ഇന്നിവിടെ അവതരിപ്പിച്ച ഈ ഡിമാൻഡുകളെ സർ ശക്തിയുക്തം എതിർക്കുന്നു.